ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഒരു പ്രഗ്നൻസി സ്പെഷ്യൽ വാട്ടയിറ്റിനിടെയാണ്. അപ്പോൾ കാലത്ത് 3 ഇഡ്ഡലിയും 2 കാടമുട്ടയും 1 ഗ്ലാസ് പാലുമാണ് കഴിച്ചത്. അപ്പം നമുക്ക് ഫുഡിനോടൊക്കെ വലിയ താല്പര്യമൊന്നും ഇല്ലാതായി തുടങ്ങിയിരുന്നു കേട്ടോ. നല്ല മനം പുരട്ടുണ്ട്, പക്ഷെ ഭാഗ്യത്തിന് വോമിറ്റിംഗ് ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവിൽ കൂടുതൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഒരു 3 ഇഡ്ഡലിയാണ് എടുത്തത്. അത് തന്നെ കഴിച്ചു തീർക്കാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് നെല്ലിക്ക തിന്നാൻ കൊതിയായിട്ട് അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞ് നെല്ലിക്ക മേടിച്ചായിരുന്നു. അപ്പോൾ തലേന്ന് കൊണ്ടുവന്ന നെല്ലിക്ക ഞാനതിൽ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ബാലൻസ് ഒന്ന് ഉപ്പിലിടാൻ നോക്കുവാണ്. അപ്പോൾ ഉപ്പിലിടാൻ വേണ്ടി ഞാൻ പോയി കാന്താരിമുളക് പറിച്ചെടുക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും കാന്താരിമുളക് നല്ലവണ്ണം ലാവിഷായിട്ട് പടർന്ന് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ കാന്താരിമുളക് ആർക്കും വേണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ പോയി പഴുത്ത കുറച്ച് മുളകും പച്ചമുളകും പറിച്ചുകൊണ്ട് വന്നിട്ട് നെല്ലിക്കയായിട്ട് വെള്ളത്തിലിട്ട് കഴുകി കേട്ടോ. പിന്നെ അത് ഉപ്പിലിടാനായിട്ടൊരു കുപ്പി നോക്കിയിട്ട് കുപ്പിയൊന്നും കിട്ടിയില്ല. പിന്നെ വലിയൊരു കുപ്പിയാണ് കിട്ടിയത്. പക്ഷേ നെല്ലിക്ക കുറച്ചേ ഉള്ളായിരുന്നു. നെല്ലിക്ക കുറച്ച് ഉള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു 4 എണ്ണം കുത്തിയിരുന്ന് ഉപ്പുമായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ, കൊതി കൊണ്ടിട്ട്. എന്നിട്ട് ബാലൻസ് വന്ന നെല്ലിക്കയാണ് ഞാൻ ഉപ്പിലിടുന്നത്. എന്നിട്ട് കാന്താരിമുളക് ഇട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് അഴുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല. ഞാൻ വീണ്ടും അതിൽ നിന്ന് എടുത്ത് വെച്ച് നമ്മൾ ഉപ്പും മുളക് പൊടിയും ഇവിടെ മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. കഴിച്ച് തീർന്നപ്പോഴാണ് എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടിയത്. വേറൊന്നുമല്ല, വൈകുന്നേരം ആയപ്പോൾ നല്ല ഒടുക്കത്ത ലൂസ് മോഷനായിപ്പോയി കേട്ടോ. കാരണം നമ്മൾ 1 or 2 നെല്ലിക്ക മാക്സിമം കഴിക്കുക. അതിന് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയറ്റിന് പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉപ്പും മുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് ഒരു 4-5 മാക്സിമം ഇരുന്ന് കഴിച്ചു പച്ചയ്ക്ക്. അല്ലാതെ തന്നെ പിന്നെ അത് ഉപ്പിലിട്ടിട്ട് അതും എടുത്തുവെച്ച് കഴിച്ചു. അങ്ങനെ എല്ലാം കൂടെ കഴിച്ചിട്ട് വയറ്റിനെ പിടിച്ചില്ല. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. അബിക്കുട്ടൻ ഇനി കൺസീവ് ആയിരുന്ന സമയത്ത് നാരങ്ങ തിന്നാനായിരുന്നു നല്ലവണ്ണം ഇഷ്ടം കേട്ടോ. നിറയെ നാരങ്ങ കുത്തിയിരുന്ന് ഉപ്പുമായിട്ടിരുന്ന് തിന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2ാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ നെല്ലിക്ക തിന്നാനായിരുന്നു താല്പര്യം. അത് പണിയും കിട്ടി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഉള്ള ഫുഡെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മലക്കറി എടുത്ത് വെച്ച് അവിയൽ വയ്ക്കുവാണ്. നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അടിപൊളി ടേസ്റ്റായിട്ട് അവിയൽ വെച്ചു. പിന്നെ നമുക്കിന്ന് മീൻ കിട്ടില്ല. മീൻ കിട്ടാഞ്ഞല്ല ഞാൻ മേടിക്കാമെന്നാണ്. കാരണം മീനിനോടൊക്കെ ഇപ്പോൾ ഇച്ചിരി വെറുപ്പ് തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ഇഡലിയുടെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ കൂടുതലും കറിയൊന്നും വെക്കാനുള്ള ഒരു ശാരീരിക അവസ്ഥയല്ല, നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഒരു മുട്ട എടുത്ത് ഓംപ്ലേറ്റും ചെയ്തു. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഓംപ്ലേറ്റ് കഴിച്ചുകൂടെന്നാണ്. പക്ഷേ എനിക്ക് എന്തോ ഓംപ്ലേറ്റ് കഴിക്കാൻ തോന്നി. അപ്പോൾ അബിക്കുട്ടൻ ഇന്ന് വീട്ടിലുണ്ട്. അങ്ങനെ അബിക്കുട്ടനും ഞാനോട്ട് ഉച്ചയൂണ് കഴിക്കുവാണ്. അബിക്കുട്ടന് കാര്യമെല്ലാം മനസ്സിലായി കേട്ടോ. അബിക്കുട്ടൻ എപ്പോഴും വയറ്റിലൊന്നും ഉമ്മ വരും കുഞ്ഞാവയ്ക്ക്. പിന്നെ ആൾ നല്ല ഹാപ്പിയിലാണ്. അബിക്കുട്ടൻ്റെ കൂട്ട് കിട്ടാൻ എൻ്റെ സന്തോഷമാണ്. കാരണം കുറേ നാളായിട്ട് ഒറ്റയ്ക്ക് കിടന്ന് കഴിച്ച് എൻ്റെ മോൻ നല്ലവണ്ണം മാനസികമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത ഈ അതിഥിയുടെ വരവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 1 ഗ്ലാസ് പാല് കഴിച്ചു കേട്ടോ. ചായയൊക്കെ മാറ്റി. ചായ ഞാൻ ചില നേരമൊക്കെ എനിക്ക് തോന്നുവാണെങ്കിൽ 1/2 ഗ്ലാസ്സൊക്കെ കുടിക്കും. അല്ലാതെ ഇപ്പോൾ പാല് തന്നെയാണ് 2 നേരം, രാവിലെയും വൈകിട്ടും പാല് തന്നെയാണ്. പിന്നെ വൈകിട്ട് എനിക്ക് ചോറ് തിന്നാൻ തോന്നിയില്ല, എനിക്ക് മാഗിയാണ് കഴിക്കാൻ തോന്നിയത്. അങ്ങനെ സൈഷേട്ടനോട് പറഞ്ഞ് മാഗി മേടിപ്പിച്ചു. അപ്പോൾ സൈഷേട്ടൻ പറഞ്ഞത് ലാസ്റ്റാണ് ഇനി മാഗി മേടിക്കുന്നത്. കാരണം മാഗിയും കഴിച്ചുകൂടാത്ത ഒരു ഐറ്റമാണ്. പക്ഷേ എന്ത് ചെയ്യുക, നമുക്ക് കൊതി വന്നാൽ എന്താ ചെയ്യുക. അങ്ങനെ എനിക്ക് മാഗി വേണം നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രം മേടിച്ചത് കൊതിക്ക് വേണ്ടിയിട്ട്. അതും കുറച്ചേ കഴിക്കാൻ സമ്മതിച്ചുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം അബിക്കുട്ടനാണ് കുത്തിയിരുന്ന് കഴിച്ചത്. അങ്ങനെ അബിക്കുട്ടൻ്റെ മാഗി എന്ന് വെച്ചാൽ നല്ല ജീവനാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരുടെ മാഗി കഴിച്ചു. സൈഷേട്ടൻ രാത്രി ചോറ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇത്രയല്ല. നമ്മൾ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.